കൊടുക്കുന്ന അതേ സെയിം കോഴ്സാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. വെറുതെ അതിന് പ്രാക്ടിക്കൽ എല്ലാം ഇത്തവണ BSc മൾട്ടിമീഡിയ തുടങ്ങുന്നുണ്ട്. അങ്ങനെ പുതിയ വേറെ കുറെ കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു പോർട്ടൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പബ്ലിക്കിന് ചോദിക്കാൻ പോകാം നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സ് സജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അതിന്റെ പോർട്ടൽ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 3 വർഷമേ ഉള്ളൂ. ഇപ്പോൾ ഇതിന്റെ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് മറ്റുള്ള യൂണിവേഴ്സിറ്റി നടത്തിയിരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടത്തിയിരുന്ന പ്രോഗ്രാം ഒരു അംബ്രല്ലയുടെ കീഴിൽ കൊണ്ട്. അപ്പോൾ അത് ഇത്രയും നമ്മൾ ഫസ്റ്റ് ഫേസ് ആയിട്ട് അത് നമുക്ക് ചെയ്തേ പറ്റും. അതാണ് നമ്മളിപ്പം ചെയ്തത്. ഇപ്പം നമ്മൾ സെക്കൻഡ് ഫേസ് ആയിട്ട് സാറ് പറഞ്ഞോണം പുതിയ പുതിയ കോഴ്സുകളിലോട്ട് നമ്മൾ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നാനോ എന്റർപ്രണർഷിപ്പ് തുടങ്ങി, പിന്നെ സ്കിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പറയും ഈ ഓപ്പൺ എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് വളരെ സിമ്പിൾ എന്നുള്ള രീതിയിൽ. അതല്ല, പിന്നെ നമ്മളൊരു സിലബസ് ഉണ്ടാക്കി ബോർഡ് ഓഫ് സ്റ്റഡീസ് അക്കാഡമിക് കൗൺസിൽ പാസ്സാക്കി അതിന്റെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ റെഡിയാക്കി UGC പോർട്ടലിൽ കൊടുത്ത് സെൻട്രൽ ഗവൺമെന്റ് വൈസ് ചാൻസലർ വരുന്ന ഒരു ഹൈ പവർ കമ്മിറ്റി ഇവാലുവേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന അപ്രോച്ച് തുടങ്ങിയാൽ നമുക്ക് ഓരോ കോഴ്സ് ആ ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. UGC ഭയങ്കര സ്ട്രിക്റ്റ് റൂൾസ് ആണ് ഓപ്പൺ എഡ്യൂക്കേഷനിൽ വന്നിരിക്കുന്നത്. മറ്റുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഒരു സിലബസ് ഉണ്ടാക്കി അക്കാഡമിക് കൗൺസിൽ കഴിഞ്ഞാൽ പിറ്റേന്ന് അവർക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും തുടങ്ങാൻ പറ്റും. നമുക്കത് തുടങ്ങാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ നമ്മൾ പുതിയ ഇപ്പം മൾട്ടിമീഡിയ നമ്മൾ തുടങ്ങുന്നുണ്ട്. പുതിയ സാറ് പറഞ്ഞോണം പുതിയ ഇന്നോവേറ്റീവ് സ്കിൽ സർട്ടിഫിക്കറ്റ് അടുത്ത വർഷം തുടങ്ങാൻ പോകുന്നു. അത് NCVTയുടെ അപ്രൂവൽ ആദ്യമേ വാങ്ങിച്ചിട്ട് വേണം നമുക്ക് തുടങ്ങാൻ. നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇപ്പം BSc ഡാറ്റാ സയൻസിലെല്ലാം നമ്മൾ പ്രാക്ടിക്കൽ കൊടുക്കുന്നുണ്ടല്ലോ മൾട്ടിമീഡിയ. അതുപോലെ ഇപ്പം MPCAക്ക് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ടീച്ചിങ് പ്രാക്ടീസ് മതിയല്ലോ. എല്ലാം ബാക്കി കേരളത്തിന് വെളിയിലുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റി വീട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അല്ല, അത് അംഗീകരിച്ചേ പറ്റൂ സാറ്. 3 ലെവലിൽ അപ്രൂവൽ വാങ്ങിക്കും. 3 ലെവലിൽ നമ്മൾ അപ്രൂവൽ വാങ്ങിക്കും. ഒന്ന് ഗവൺമെന്റ് അപ്രൂവൽ, ഒന്ന് NCTയുടെ അപ്രൂവൽ, പിന്നെ UGC അപ്രൂവൽ.